സാറിനെ തനിച്ചു കിട്ടുമ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്ത് കാര്യം? ഞാൻ പറഞ്ഞതായി റീന മാഡം അറിയരുത്. മാഡം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. മന്ദാകിനി, കാര്യം എന്താണെന്ന് പറ. ഈ ഹോസ്റ്റലിനകത്ത് ഇവിടെ താമസിക്കുന്ന ആളുകളെ കൂടാതെ മറ്റെന്തോ സംഗതിയുണ്ട്. അതൊരാളാണോ അദൃശ്യ ശക്തിയാണോ എന്നതാണ് എന്റെ സംശയം. അദൃശ്യ ശക്തിയോ? അല്ല, മന്ദാകിനിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് പറ്റിയ അവസരം. ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ സാർ അത് വിശ്വസിക്കും. മന്ദാകിനി, എന്താ സാറേ? അല്ല, ഇവിടെ അദൃശ്യ ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വെറുതെ പറയരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാം. പറയാം സാറേ. പറയുന്ന കാര്യം സാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയാം. ചില സമയത്ത് അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗ തനിയെ കത്തും സാറേ. എന്നിട്ട് വേറെന്താ ഉണ്ടായത്? മറ്റു ചില സമയത്തെ മെസ്സിലെ കസാരകള് ആരോ സ്ഥാനം മാറ്റിയിടും. ചിലപ്പോ കസാരകൾ മറച്ചിടും. പക്ഷെ ആരെയും കാണാനും ഉണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെയാ സാറേ നടക്കുന്നത്? എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ സാറിനോട് ചോദിച്ചത്. ഞാനിത് ആരോടെങ്കിലും ചെന്ന് പറഞ്ഞ എന്റെ തലയ്ക്കെന്തോ കുഴപ്പമാണെന്ന് പറയും. ഇതുവല്ല അദൃശ്യ ശക്തിയാണോ സാറേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മന്ദാകിനി ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വേറെ ആരോടും പറയണ്ട. മന്ദാകിനി പൊയ്ക്കോളും. ശരി സാറേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗബ്രിയൽ സാറിന്റെ മനസ്സിൽ നല്ലതുപോലെ കൊളുത്തിയിട്ടുണ്ട്. മന്ദാകിനി പറഞ്ഞതിൽ സത്യമുണ്ടോ? അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ സംശയങ്ങളെ ശരിവെക്കുന്നതാണല്ലോ. ഇത് എന്റെ കൈതട്ടി വീണതാണോ? അതോ എന്തായടി, കിരൺ കിടപ്പിലാണോ? അവൾ എണീറ്റിട്ടില്ല. കുറച്ച് ദിവസത്തേക്ക് അവള് ഫ്രീ ആയിട്ട് എഴുന്നേറ്റ് നടക്കരുത്. അങ്ങനെയുള്ള പണിയല്ലേ നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മുടെ അടി ഏറ്റും. 3 റോസസിനെ ആര് വന്ന് ടച്ച് ചെയ്താലും മുള്ളുകൊണ്ട് വേദനിക്കും. ഗബ്രിയേൽ വന്നിട്ടുണ്ട്. അയാളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് എഴുന്നള്ളേ? മൃദുലെ ആരോ അടിച്ചിട്ടെന്നുള്ള ചർച്ചയാണല്ലോ. മൃദുവിനെ അടിച്ചിട്ടത് 5 സുന്ദരികളാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇവിടെ പലരും സംശയിക്കുന്നത് ഗോസ്റ്റ് ആണെന്നാ. അങ്ങനെയാണെങ്കിലേ കിരണിനെ അടിച്ച് ചവിട്ടിക്കൂട്ടിയതും ഗോസ്റ്റ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതാണല്ലോ ഗബ്രിയേൽ വന്നത്. ആ കഥ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ വാദങ്ങൾക്ക് ശക്തിയാവട്ടെ. കിരണിനെ നമ്മൾ പഞ്ഞിക്കിട്ടിട്ടും അവൾക്ക് പരാതിയൊന്നുമില്ലെന്നാണ് അറിഞ്ഞത്. കാല് തന്നെ വീണെന്നാ കിരൺ റീനാമോട് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് പരാതിയില്ലേ? കിരൺ വല്ലാതെ നമ്മളെ സഹായിക്കാണല്ലോടി. അവൾക്ക് പരാതി ഉണ്ടെങ്കിൽ തന്നെ ആർക്കെതിരെ പരാതി കൊടുക്കാനാ? സംശയത്തിന്റെ പേരിൽ നമുക്കെതിരെ പരാതി കൊടുത്ത അതിന് തെളിവൊന്നുമില്ലല്ലോ. നമ്മുടെ പെപ്പർ സ്പ്രേ പ്രയോഗത്തില് കിരണ് നമ്മളെ കാണാനും കഴിഞ്ഞില്ലല്ലോ.
എനിക്കൊരു സംശയമുണ്ട് അലീനെ. എന്ത് സംശയം? കിരൺ പരാതി കൊടുക്കാത്തതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്തുദ്ദേശം? 5 സുന്ദരികൾക്ക് നമ്മളെ തിരിച്ചടിക്കാൻ പ്ലാൻ ഉണ്ടോന്ന് അറിയില്ലല്ലോ. അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അവരത് നടപ്പാക്കട്ടെ. നമുക്ക് അവിടെ വെച്ച് കാണാം. അലീന, അവര് 4 പേരുണ്ട്, നമ്മൾ 2 പേരേ ഉള്ളൂ. നിനക്കവരെ പേടിയാണോ? ഛേ, അവള് മര പേടിച്ച് നടക്കാൻ നിനക്ക് നാണമില്ലേടി?